ഹായ് ഹലോ സ്വാഗതം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, 2 പാർട്ട് വീഡിയോകൾ ഓൾറെഡി കഴിഞ്ഞു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ മിസ്സാവാതെ കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാം എടുത്തിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ജോസ് കാപ്പൻ എന്ന് സ്പേസ് ഇല്ലാതെ സെർച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി PYQs ഓരോ ടോപ്പിക്കിൻ്റെ ആയി ചെയ്തിട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും. ഏതൊക്കെ ടോപ്പിക്കിൻ്റെയാണ് PYQs കഴിഞ്ഞത്, ഇനി കഴിയാനുള്ളത് എന്നൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. അത് നോക്കി വീഡിയോസ് കാണാൻ നോട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ മക്കളെ ഈ ചോദ്യങ്ങളാണ്. ഇതൊരു 5 ചോദ്യങ്ങളുണ്ട്, ഇനി ഒരു ചോദ്യങ്ങളുണ്ട്. അങ്ങനെ 6 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കണക്ക് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ച് കണക്ക് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ വെറുതെ വീഡിയോ കണ്ട് സമയം കളയണ്ട. അറിയത്തില്ലാത്ത കുട്ടികൾ ഓരോ എക്സ്പ്ലനേഷൻസ് കേട്ട് നന്നായി പഠിച്ച് മുന്നോട്ട് പോകാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, ക്ലാസ്സിലേക്ക് പോയാലോ? ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാമിന് 2024 ചോദിച്ച ചോദ്യം തന്നെയാണ്. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്രയാണ്? ഓക്കെ, അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനാണ് ചോദ്യം. ആണോ? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. PNR ഡിവൈഡഡ് ബൈ 100 ആണ്. ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് മക്കളെ? 6000. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് കാലയളവ് 10 മാസം. 10 മാസം എന്നതിനെ വർഷത്തിലേക്ക് മാറ്റണം. മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആണോ? അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും അല്ലേ? വെട്ടിച്ചെറുതാക്കുമ്പം ഇത് 5/6 എന്നാണ് കിട്ടുന്നത്. അപ്പം മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം മക്കളെ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മറക്കണ്ട. ശരി, അപ്പം 5/6 ഇയർ എന്നാണ് കിട്ടുന്നത്. 10 മാസം എന്ന് പറഞ്ഞാൽ 5/6 ഇയർ ആണ്. ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 6 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, നമുക്ക് വെട്ടിക്കളയാലോ. ഈ 2 പൂജ്യവും 2 പൂജ്യവും വെട്ടിക്കളയാം. 6 6 വെട്ടിക്കളയാം. 6 5 30, 300 രൂപ എന്നാണ് കിട്ടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വേറെ ഒന്നുമില്ല ഇവിടെ അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ കാലയളവാണ്. കാലയളവ് എപ്പോഴും ഇയറിലാണ് പറയേണ്ടത്, മറക്കരുത്. കാലയളവ് എപ്പോഴും പറയേണ്ടത് ഇയറിലാണ്. മാസത്തിൽ തന്നാൽ വർഷത്തിലേക്ക് മാറ്റാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദിവസത്തിൽ തന്നാൽ വർഷത്തിലേക്ക് മാറ്റാൻ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? കുഞ്ഞുങ്ങളെ, പലിശ നിരക്ക് കാണാനുള്ള ചോദ്യമാണ്. പലിശ നിരക്ക് കാണാൻ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ നമുക്കറിയാം SI × 100 ഡിവൈഡഡ് ബൈ P × N ആണ് ഇക്വേഷൻ. റെഡിമെയ്ഡ് ഇക്വേഷൻ അല്ലേ? SI എത്ര കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്? 6,300 × 100 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 18,000. 18,000 ആണോ? ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് 5 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? നമുക്ക് വെട്ടിച്ചെറുതാക്കാമല്ലോ. ഈ 2 പൂജ്യവും 2 പൂജ്യവും പോയി, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും പോയി. ആണോ? ഇനി 18 63 9 വെച്ച് വെട്ടിക്കളയാം. ഇത് 2 തവണ മക്കളെ, ഇത് 7 തവണ 9 70 എന്ന് കിട്ടും. 70ഉം ഈ 2ഉം കൂടെ വെട്ടിക്കളയാം, 35 എന്ന് കിട്ടും. 35/5 നമുക്ക് ആൻസർ 7 എന്ന് കിട്ടും. ആൻസർ പലിശ നിരക്ക് 7% എന്നാണ് കിട്ടുന്നത്. ഡയറക്റ്റ് ആയിട്ട് വെട്ടിച്ചെറുതാക്കി ചെയ്യാവുന്ന ചോദ്യമാണ്. ഓക്കെ, മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം 1000 രൂപയ്ക്ക് ഓരോ മാസവും 20 രൂപ വീതം പലിശ ഈടാക്കുന്നു. സ്ഥാപനത്തിൻ്റെ പലിശ നിരക്ക്. പലിശ നിരക്ക് കാണാനല്ലേ ചോദ്യം? സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. SI × 100
ഡിവൈഡഡ് ബൈ PN. SI 20 രൂപ വീതം പലിശ ഈടാക്കുന്നു എന്ന്. അപ്പോൾ SI 20 ഇൻറ്റു 100. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ തന്നിട്ടുണ്ട് 1000 രൂപയാണ്. 1000. ഇനി കാലയളവെന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഒരു മാസമാണ്. ഒരു മാസം എന്നതിനെ വർഷത്തിലേക്ക് മാറ്റാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു മാസം എന്ന് പറഞ്ഞാൽ 1/12 ഇയറാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1/12 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ 20 ഇൻറ്റു 100, ഈ 12 താഴെ കിടക്കുന്നത് തിരിഞ്ഞു മുകളിൽ വരും. കാരണം ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിന് തിരിച്ചിട്ട് ഗുണിക്കണം എന്നാണല്ലോ. 100 അങ്ങനെ തന്നെ കിടക്കും, ഈ 12 തിരിഞ്ഞു മുകളിൽ വരും. സോ ഇതും കൂടെ വെട്ടിപ്പോകും മക്കളെ. ആൻസർ നമുക്ക് 24 എന്നാണ് കിട്ടുന്നത് അല്ലേ. ഇത് 1000 ആണേ, 100 അല്ല, 1000 ആണ്. ഇവിടെ 1000 ആണ്. അപ്പോൾ ഇതും വെട്ടിപ്പോവും. ആൻസർ 24 എന്ന് കിട്ടും. 24% അവിടുത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ചെയ്തതിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ചെയ്യാം, ശ്രദ്ധിച്ച് കേട്ടോണം. വേറൊന്നുമില്ല. അതായത് ഞാൻ ഇവിടെ ചെയ്തത് ശ്രദ്ധിച്ചേ. ഒരു മാസത്തേനല്ലേ നിക്ഷേപിച്ചേ, ഒരു മാസത്തേനല്ലേ 20 രൂപ പലിശ കൊടുക്കുന്നത്. അപ്പം SI എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 100 ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 ആണ്. ഇനി എന്ന് പറഞ്ഞാൽ കാലയളവ്, ഈ കാലയളവ് ഇയറിലാണ് പറയേണ്ടത്. ഒരു മാസം എന്നാണ് കാലയളവ് പറഞ്ഞേക്കുന്നത്. ഒരു മാസത്തിലാണ് 20 രൂപ പലിശ. അപ്പം അത് വർഷത്തിലേക്ക് മാറ്റാൻ, മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ /12 ചെയ്യണം. ഒരു മാസം എന്ന് പറഞ്ഞാൽ 1/12 ഇയർ ആണ്. ഓക്കെ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കറിയാം, ഇത് സോൾവ് ചെയ്യാൻ 20 ഇൻറ്റു 100 അങ്ങനെ തന്നെ വരും. ഈ താഴെ കിടക്കുന്ന 12 തിരിഞ്ഞ് മുകളിൽ വരും. കാരണം എന്താ, ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിന് തിരിച്ചിട്ട് ഗുണിക്കണം എന്നാണ്. അപ്പോൾ 12/1 തിരിഞ്ഞ് വരും. ഈ താഴത്തെ 1000 അവിടെ കിടപ്പുണ്ട്. ഈ 3 പൂജ്യവും ഈ 3 പൂജ്യവും പോവും. 2 ഇൻറ്റു 12 24% പലിശ നിരക്ക് എന്ന് കിട്ടും കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കുക. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര? സെയിം ക്വസ്റ്റ്യൻ. പലിശ നിരക്ക് കാണാൻ വീണ്ടും SI ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P ഇൻറ്റു N ആണ്. ഇവിടെ SI എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 രൂപ പലിശയാണ്. ഇൻറ്റു 1000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 2000 ആണ്. 2000 ഇൻറ്റു കാലയളവ് ഒരു മാസത്തേക്കെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനെ വർഷത്തിലേക്ക് മാറ്റുമ്പോൾ 1/12 എന്ന് വരും. ഓക്കെ. മുമ്പേ ചെയ്ത പോലെ തന്നെ 15 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2000 എന്ന് വരും. 12 തിരിഞ്ഞ് മുകളിൽ വരും അല്ലേ. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോവും. 15ഉം 20ഉം 5 വെച്ച് വെട്ടിക്കളയാം. ഇത് 3 തവണ, ഇത് 4 തവണ. 4ഉം 12ഉം വെട്ടിക്കളയാം 3 തവണ. 3 ഇൻറ്റു 3 9% എന്ന ആൻസർ കിട്ടും മക്കളെ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 9%. ഓക്കെ. ഡയറക്റ്റ് ചോദ്യം, മുമ്പത്തെ പോലത്തെ തന്നെ ചോദ്യമാണ്. അടുത്തത്, 30,000 രൂപയ്ക്ക് 15% നിരക്കിൽ 2.5 വർഷത്തേക്കുള്ള സാധാരണ പലിശ. സോ ഇതും സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ചോദ്യമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ ചോദിച്ചാൽ PNR/100 ആണ് അല്ലേ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് മക്കളെ? 30,000 ആണോ. കാലയളവ് 2.5 വർഷമാണ്. 2.5 എന്ന് പറഞ്ഞാൽ 5/2 എന്ന് എഴുതാം, അതല്ലേ 2.5. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15 ഡിവൈഡഡ് ബൈ 100. ഈ 2 പൂജ്യവും വെട്ടിപ്പോയി. ഓക്കെ. ഈ 2ഉം 300 വെട്ടിപ്പോയി 150 അല്ലേ. 150 ഇൻറ്റു 30 എന്ന് വരും. 150 ഇൻറ്റു 15 ഇൻറ്റു 150 ഇൻറ്റു 30 അല്ല, 15 ഇൻറ്റു 5 75 എന്നാണ് വരുന്നത്. 150 ഇൻറ്റു 75 നമുക്ക് 11,250 എന്നാണ് കിട്ടുന്നത്. യെസ്, 11,250 മക്കളെ. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സാധാരണ പലിശ എത്ര എന്നാ? 2.5 വർഷത്തെ സാധാരണ പലിശ. സാധാരണ പലിശ കാണാൻ PNR/100 അല്ലേ. പ്രിൻസിപ്പൽ എമൗണ്ട് കാലയളവ് 2.5 വർഷമാണ്. അതിന് ഞാൻ 5/2 എന്ന് എഴുതി. അപ്പോൾ വെട്ടിക്കളയാൻ എളുപ്പമുണ്ട്. 2.5 എന്ന് എഴുതിയാൽ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരികയില്ല. അതുകൊണ്ട് 2.5 എന്ന് എഴുതാതെ അതിന് 5/2 എന്ന് എഴുതി. വേറൊന്നുമില്ല. ഇൻറ്റു 15/100. 100ന് 2 പൂജ്യവും
30,000 2 പൂജ്യം പോയി, 2ഉം 300 വെട്ടിക്കളഞ്ഞു 150, 150ഉം 5 × 15 75 കൂടെ ഗുണിച്ചു 11,250 എന്ന് കിട്ടി. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? അല്ലേ, തുക ഇരട്ടിയാകാൻ നമ്മളിപ്പോൾ പലതവണയായി ചെയ്തു അല്ലേ. തുക ഇരട്ടിയാകാൻ പലിശ നിരക്ക് എത്ര വേണം എന്ന് ചോദിച്ചാൽ 100/n എന്ത് ചെയ്യണം മക്കളെ? n. തുക 3 മടങ്ങാവാൻ എന്ന് ചോദിച്ചാൽ 200/n. തുക 4 മടങ്ങാവാൻ എന്ന് ചോദിച്ചാൽ 300/n. അങ്ങനെയല്ലേ പഠിച്ചേ? അപ്പോൾ ഇവിടെ തുക ഇരട്ടിയാവാൻ എന്നാണ്. അപ്പോൾ 100/n ചെയ്താൽ മതി. 100/10 ആൻസർ 10% പലിശ നിരക്ക്. അപ്പോൾ ഈ പാറ്റേൺ ചോദ്യങ്ങൾ കുറേ ആയി കാണുന്നേ. എല്ലാ വീഡിയോയിലും നമ്മൾ 1-2 ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ ഇതോടുകൂടി തീർന്നു മക്കളെ. ഇന്ന് ചെയ്യിപ്പിച്ച ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സാംസ് ഒക്കെ വരുന്നു. പഠനം ഉഷാറാവണം, ഒപ്പം എത്തണം, നോട്ട് എഴുതി വൃത്തിയായിട്ട് ചെയ്യണം. എപ്പോഴും 2 ബുക്ക് കീപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയും. 1 നമ്മുടെ മെയിൻ നോട്ട് എഴുതാൻ ഓരോ ടോപ്പിക്കിനും, 2 നമുക്കതിൻ്റെ PYQs ചെയ്ത് പഠിക്കാൻ. അപ്പം ഓരോ ടോപ്പിക്കിൻ്റെയും PYQസും കൂടെ നമുക്ക് ക്ലിയർ ചെയ്യണം. നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന് പഠിക്കുന്ന ആളുകളായിരിക്കും, ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അവിടെ അധ്യാപകർ തരുന്ന നോട്ടാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നോട്ട്. ആ നോട്ട് പഠിക്കാൻ വേണ്ടി, എഴുതാൻ വേണ്ടി ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ബുക്ക് വേണം. സെക്കൻഡ് പ്രയോറിറ്റി ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും PYQs ചെയ്ത് പഠിക്കാൻ. അത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെ ഞാൻ ഓൾറെഡി തീർത്ത് വെച്ചിട്ടുണ്ട്, 5-6 ടോപ്പിക്കിൻ്റെ. ഇനി ബാക്കിയുള്ള ടോപ്പിക്കുകളുടെ നമ്മൾ ഡെയിലി ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എഴുതി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ 2ാമത്തെ ബുക്ക് കീപ്പ് ചെയ്യുന്നത്. ഇനി ഒരു ചാപ്റ്റർ സിമ്പിൾ ഇൻട്രസ്റ്റ് തീർന്നു കഴിഞ്ഞ് ഒരു 1-2 പേജ് വിട്ടിട്ട് വേണം വീണ്ടും അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഇനി പുതിയ എക്സാമുകൾ വരുമ്പം അതിലൊരു 4-5 ചോദ്യങ്ങളാകുമ്പോൾ വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ ചാപ്റ്റർ വീണ്ടും പഠിപ്പിക്കും. അങ്ങനെ നമ്മൾ അപ്ഡേറ്റഡ് ആയി പോകും. ഇപ്പോൾ ഓൾറെഡി തീർന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്രാക്ഷൻസ് തീർന്നു, റേഷ്യൻ പ്രൊപ്പോർഷൻസ് തീർന്നു. ഇതിൻ്റെയൊക്കെ ഒരു 4-5 ചോദ്യങ്ങൾ പുതിയത് വന്നു കഴിയുമ്പം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും അത് ചെയ്യും. അങ്ങനെ നമ്മളെ പഠനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഓരോ ടോപ്പിക്കിൻ്റെ PYQs ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പം അത് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്യും കേട്ടോ. അപ്പം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും ലൈക്കായിട്ടൊക്കെ രേഖപ്പെടുത്താൻ മറക്കണ്ട മക്കളെ. താങ്ക്